ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതലുള്ളത് എസ് യു വിസിൻ്റെ ട്രെൻഡാണ്. അത് എന്ത് തരം എസ് യു വി ആയിക്കോട്ടെ, മൈക്രോ എസ് യു വി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സബ്ഫോമീറ്റർ എസ് യു വി ആയിക്കോട്ടെ, എബോഫോമീറ്റർ എസ് യു വി ആയിക്കോട്ടെ, ഫുൾ സൈസ് എസ് യു വി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആൾക്കാർക്ക് എസ് യു വിസ് മതി. സോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സെഡാൻസിൻ്റെ കഴിഞ്ഞ മാസത്തെ സെയിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മളിപ്പോൾ ടോപ്പ് 10 കാർസ്, ടോപ്പ് 10 എസ് യു വിസ്, ഫൈനാൻസ് ടയറിലുള്ള വാഹനങ്ങളുടെ സെയിൽസ് എല്ലാം നോക്കി. സോ ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്ന 2026 മാർച്ചിലുള്ള ടോപ്പ് 9 സെഡാൻസിൻ്റെ ഒരു സെയിൽസാണ്. അതിൽ ടോപ്പ് 9 എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. 10 വണ്ടികൾ പോലും നമുക്കിപ്പോൾ ഇല്ല. എനിവേ താഴെ 9th പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ടൊയോട്ടയുടെ ക്യാമറയാണ്. ഈ വാഹനം ഒരു CKD യൂണിറ്റ് പോലും ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, അതായത് പാർട്സ് കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യുന്നതാണ്. ആൻഡ് ഇതിന് കഴിഞ്ഞ മാസം 219 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ല. ഫെബ്രുവരിയിൽ വാഹനത്തിന് 203 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് 16 വാഹനങ്ങളുടെ വ്യത്യാസവും 7.88% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോർമലി വണ്ടികൾക്കെല്ലാം സെയിൽ കുറവായതുകൊണ്ടും നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജും ഡീ ഗ്രോത്തും ഒക്കെ അത്യാവശ്യം നല്ല വലിയ കണക്കിൽ കാണാൻ പറ്റും. അല്ലാതെ ബാക്കി മറ്റേ ഹൈ വോളിയം സെയിൽസ് വരുന്ന വണ്ടികൾ പോലെ 5%, 10% എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൻ്റെ 7.88 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് ഈ വാഹനത്തിന് കിട്ടുന്നതെന്ന് പറയാം. കൺസിഡറിങ് ഈ വണ്ടി ഒരു CKD യൂണിറ്റ് പോലെ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രൈസിൽ വരുന്ന വാഹനമാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ, പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വേറെ സെഗ്മെൻറ്റിൽ വേറെ ഒന്നുമില്ല. നമുക്ക് പണ്ട് ഒക്ടാവിയ ഉണ്ടായിരുന്നു, സൂപ്പർബ് ഉണ്ടായിരുന്നു. സൂപ്പർബാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. സൂപ്പർബ് ഡീസലിൽ വരും എന്നൊക്കെ പറഞ്ഞ് സ്ക്വാഡ് ഒന്ന് പോയായിരുന്നു, പിന്നെ തിരിച്ച് കണ്ടില്ല. എനിവേ ഒക്ടാവിയ നമുക്കിപ്പോൾ VRS ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ അത് ഓൾറെഡി സോൾഡ് ഔട്ടായി പോയി. അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്നതും ഒരു ദയനീയമായ വാഹനമാണ്. വാഹനം ദയനീയമല്ല, പക്ഷേ സെയിൽസ് കുറച്ച് ദയനീയമാണ്. കഴിഞ്ഞ മാസം 805 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. മന്ത് ഓൺ മന്തിൽ ആക്ച്വലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ഫെബ്രുവരിയിൽ ഇതിന് ജസ്റ്റ് 525 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ 280 വാഹനങ്ങളുടെ സെയിൽ കൂടിയിട്ടുണ്ട്. 53.33% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. പക്ഷേ ഒരു കാലത്തിൽ C സെഗ്മെൻറ്റ് സെഡാൻസ്, അതായത് എബോഫോമീറ്റർ സെഡാൻസിൻ്റെ ഒരു സെയിൽസ് റൂൾ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നത്. 1998 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വണ്ടി വരുന്നത് 27 കൊല്ലം അത് അത്രയും കണ്ടായി വണ്ടി ഇവിടെ വിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ വളരെ കഷ്ടമാണ്. ഈ സെഗ്മെൻറ്റിൽ പല വണ്ടികൾ വന്ന് ടേക്ക് ഓവർ ചെയ്തു. ഹോണ്ട ഇതിന് കുറച്ചും കൂടെ ബെറ്റർ പവർ ടൺ ഓപ്ഷൻസ് ഇപ്പോൾ കൊടുത്തിരുന്നത് നല്ലതായിരുന്നു. ഹൈബ്രിഡൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടായിരുന്നു ഇറക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ അതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് സിറ്റിയുടെ ഹൈബ്രിഡ്. എനിവേ ഇനി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡ സ്ലാവിയാണ്. ഈ വാഹനത്തിൻ്റെ സെയിൽസ് അവർ എനിക്ക് തോന്നുന്നു ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് പിടിച്ചതാണെന്ന്. കഴിഞ്ഞ മാസം 887 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ, പക്ഷേ ഫെബ്രുവരിയിൽ നല്ല സെയിൽ ഉണ്ടായിരുന്നു. അതായത് കമ്പാരിറ്റീവ്ലി നല്ല സെയിൽ ഉണ്ടായിരുന്നു. 1674 വാഹനങ്ങൾ, ഓൾമോസ്റ്റ് ഡബിൾ ആയിരുന്നു. 787 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് 47.01% ഡീ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഒരു വാഹനവും കൂടിയാണ് സ്ലാവിയ. പിന്നെ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് നമ്മൾ കണ്ടു. അവർ കഴിഞ്ഞ മാസമാണ് അത് അൺവെയിൽ ചെയ്ത് കാണിച്ച് പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആണെന്ന് തോന്നി. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു, അതായത് ഞാൻ ഷോറൂമിലൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്ത് തരാൻ പോലും വണ്ടിയില്ല. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതും സ്ലാവിയ ഫേസ് ലിഫ്റ്റ് അവർ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റിൽ ബേസിക് വേരിയൻറ്റിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് കുഷാക്കിൽ കൊടുത്ത പോലെ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വാല്യൂ ഫോണി ആയിട്ടുള്ളൊരു ഓപ്ഷനാകും. കാരണം ലെങ്ത് കൂടുതലാണ്, ഡയമെൻഷൻ സൈസ് കുഷാക്കിനൊക്കെ വലുതാണ്. അത് ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ വളരെ നല്ലൊരു പാക്കേജ് ആയിരിക്കും ഇത്. ഇനി നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ടാറ്റയുടെ ടിഗോറും ടിഗോർ EV ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ C സെഗ്മെൻറ്റ് സെഡാൻസ് കഴിഞ്ഞു വന്ന്? ഇല്ല, ഇതിൻ്റെ മുകളിൽ ഇനിയുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ടിഗോർ സബ്ഫോമീറ്റർ ആയിട്ട് പോലും 6th പൊസിഷനിൽ എത്തിയിട്ടുള്ളൂ. അതായത് അത്രയും താഴത്തേക്ക് വന്നു. 981 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഫെബ്രുവരിയിൽ 1447 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. കമ്പയർ ചെയ്യുമ്പം 466 വാഹനങ്ങളുടെ വ്യത്യാസവും 32.2% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ടിഗോറാണ് എന്ന് പറയാം. ആകെപ്പാട് 3 വണ്ടികൾക്ക് ഡീ ഗ്രോത്ത് ഉള്ളൂ. അതിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉള്ള ഈ 2 വണ്ടികൾക്കാണ്. മറ്റത് വളരെ കുറവാണ്, 1% അടുത്ത് ഡീ ഗ്രോത്ത് ഉള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ വണ്ടി ഇപ്പം അത്ര നല്ലൊരു സ്റ്റേറ്റിലല്ല. ടാറ്റ പറ്റാവുന്ന പോലെയൊക്കെ ഈ വണ്ടിയിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഫീച്ചേഴ്സൊക്കെ കഴിഞ്ഞ വർഷം ഒന്ന് കൂട്ടി കൊടുത്തായിരുന്നു. 360° ക്യാമറ, 10 ഇഞ്ചസിന് സ്ക്രീൻ, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോഴും ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഒരു ഇതായിട്ടില്ല ഈ വണ്ടി എടുക്കാൻ. ഇടയ്ക്ക് വെച്ച് CNG ഇലക്ട്രിക് കൊടുത്തപ്പോൾ ഒന്ന് സെയിൽസ് ബൂസ്റ്റ് ആയതാണ്, ഇപ്പോൾ പിന്നെയും പോയി. ഇനി നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെർണയാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ അവർ ചെറിയൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയാണെന്ന് തോന്നുന്നു. സെയിൽസിൽ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതിൻ്റെ സ്വന്തം ഡ്രൈവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്ര ഒരു ഇതായിട്ട് എത്തിയിട്ടില്ല. അടുത്തോട്ട് എത്തി വരുന്നുണ്ടെന്ന് പറയാം. കഴിഞ്ഞ മാസം 1399 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ ജസ്റ്റ് 694 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതവർ കഴിഞ്ഞ മാസം ഇതിനാ ഒരു ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാറ്റി, പിന്നെ സ്റ്റിയറിംഗ് മാറ്റി, അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തിയായിരുന്നല്ലോ. അപ്ഡേറ്റിന് വേണ്ടി അവർ ഫെബ്രുവരിയിൽ ഒന്ന് സെയിൽസ് പിടിച്ചതായിരിക്കും.
അതായത് പ്രൊഡക്ഷൻ പിടിച്ചതായിരിക്കും. എന്തായാലും കമ്പയർ ചെയ്യുമ്പം 705 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഡബിളിലും കൂടുതലാണ് ഇതിന് സെയിൽ വന്നിരിക്കുന്നത്. 101.59% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ കഴിഞ്ഞ മാസത്തെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. സെക്കൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയാണ്. സോ വെർണയ്ക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിന് ഇപ്പോഴത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വെർട്ടസിനേക്കാൾ എന്തായാലും വണ്ടി കുറച്ചും കൂടെ മുന്നിലാണ്. എന്നാൽ പോലും വെർട്ടസിനാണ് കൂടുതൽ സെയിൽ കിട്ടുന്നത്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വെർട്ടസ് തന്നെയാണ്. കഴിഞ്ഞ മാസം 2009 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരി മാസത്തിൽ 1804 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരുന്നത്. അതായത് 205 വാഹനങ്ങളുടെ വ്യത്യാസം, 11.36% ഗ്രോത്ത് റേറ്റ്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് സെഡാൻസിൻ്റെ ഒരു സെയിൽസിൻ്റെ നില വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്ക മാസങ്ങളിൽ ഒരു 1600 to 2500 ഇടയിലാണ് ഇതിന് സെയിൽസ് വരാറുള്ളത്. സോ അത് അത്യാവശ്യം ഇംപ്രസീവാണ്. നമ്മൾ എബോവ് 4 മീറ്റർ സെഡാൻസിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ കുറേ കാലമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന എബോവ് 4 മീറ്റർ സെഡാൻ, അതായത് സി സെഗ്മെൻറ്റ് സെഡാനും ഈ വാഹനം തന്നെയാണ്. ഇതിനും നമുക്കിനിപ്പോൾ ടൈഗണിൽ കിട്ടിയതുപോലെ ഒരു ഫേസ് ലിഫ്റ്റ് അടുത്ത് തന്നെ പെൻഡിങ് ആണ്. അത് വരുമ്പോൾ ഇനിയും സെയിൽ കൂടുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ എക്യുപ്മെൻറ്റ്സും അതുപോലെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ അവർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ പുതിയ ജനറേഷൻ ഹോണ്ട അമേസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം അത്യാവശ്യം സെയിൽ കിട്ടിയിട്ടുണ്ട്. 4313 വാഹനങ്ങളിൽ. ഫെബ്രുവരിയിൽ 3513 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. 800 വാഹനങ്ങളുടെ വ്യത്യാസം, 22.77% ഗ്രോത്ത് റേറ്റ്. അതായത് നമ്മുടെ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടി അമേസ് ആണ്. സോ ഇപ്പം അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അവർ ഇറക്കിയ സമയത്ത് ആദ്യം 5000 വരെ കയറി. അത് കഴിഞ്ഞിട്ട് തന്നെ ഈ ജനറേഷൻ മാറി എന്നൊക്കെ പറഞ്ഞാലും പതുക്കെ സെയിൽ ഡ്രോപ്പ് ചെയ്ത് 2000-ലോട്ട് പോയി നിന്നായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നി. കാരണം ഈ വണ്ടി അഗൈൻ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫറിംഗ് ആണ്. ടർബോ പെട്രോളൊന്നും പിന്നെ ഈ സെഗ്മെൻറ്റിൽ ആരും കൊടുക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആകെപ്പാട് ഒരു ലെറ്റ് ഡൗൺ ആയിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ മൈലേജ് മാത്രമേ ഉള്ളൂ. അത് ഡിസയർ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും അത്യാവശ്യം നല്ല സെയിൽസ് ഡിസേർവ് ചെയ്യുന്നൊരു വണ്ടിയായിരുന്നു. പക്ഷേ അത്രയും സെയിൽ ഈ വാഹനത്തിന് കിട്ടിയില്ല. ഇപ്പം എന്തായാലും 4000-ന് മുകളിൽ വിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ഓറയാണ്. ഇതിന് കഴിഞ്ഞ മാസം 6663 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ 6733 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ കൺസിസ്റ്റൻ്റ് ആണ്. 70 വണ്ടികളുടെ വ്യത്യാസവും 1.04% ഡീഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് കിട്ടിയ വണ്ടി എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും ആ പെർസെൻറ്റേജ് കണക്കെടുത്തിട്ട് എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നില്ല. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. ആൻഡ് ഓവറോൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറ്റം പറയാൻ പറ്റാത്തൊരു സെയിലും കിട്ടിയിട്ടുണ്ട്. നമ്പർ 1 പൊസിഷൻ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഡെഫിനറ്റ്ലി ഡിസയർ തന്നെയാണ്. ഡിസയറാണ് കഴിഞ്ഞ മാസത്തെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി. ഇപ്പോൾ സ്വിഫ്റ്റ് ഒന്നും ആർക്കും വേണ്ട, ഇൻഫാക്ട് ബലേനോ അതൊന്നും വേണ്ട, എല്ലാവർക്കും ഡിസയർ മതി. 21,224 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഫെബ്രുവരിയിൽ 19,326 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരുന്നത്. അതായത് 1798 വാഹനങ്ങളുടെ വ്യത്യാസവും 9.82% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ സെയിലിനെ പിടിക്കാൻ ഇനി ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ലൊരു ഓവറോൾ പാക്കേജാണ് ഇപ്പോൾ മാരുതി സുസുക്കി കൊടുക്കുന്നത്. 5-സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വേണം, അതുണ്ട്. 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണെന്നൊക്കെ പറഞ്ഞാലും ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം സ്പേസ്, കംഫർട്ട്, മൈലേജ് അതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. അതുകൊണ്ട് അതിനെ ബാധിക്കുന്നില്ല. പിന്നെ സൺറൂഫ്, 360 ക്യാമറ എന്ന് പറയേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ടാക്സി യൂസേഴ്സിന് വേണ്ടി CNG വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇത് ഓവറോൾ ഒരു നല്ല വണ്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും സെയിൽ കിട്ടുന്നത്. ഏതായാലും ഈ സെഡാൻസിൻ്റെ സെയിലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.